ലാൽസലാം 10 ദിനങ്ങൾക്ക് മുന്നേ തന്നെ സിനിമ 4 കോടി തൂക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരള ബോക്സ് ഓഫീസിൽ ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ 1 കോടിയും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മണിക്കൂറിൽ 5000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോവുകയാണ്. ഇവിടെ ഇനിയും തിയേറ്ററുകൾ ചാർട്ട് ചെയ്യപ്പെടാൻ ഒരുപാട് ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കിങ് സൈസ് കവിത മിനിറ്റുകൾക്കുള്ളിൽ ഹൗസ്ഫുള്ളായി പോകുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതുമാത്രമല്ല എവിടെയൊക്കെയാണോ ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയത് അവിടെയെല്ലാം തന്നെ ഭീകരമായ ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നു. എറണാകുളത്തെ വനിത വിനീത തിയേറ്റർ അവിടെ 4 മിനിറ്റിനുള്ളിൽ സിനിമയുടെ ബുക്കിംഗ് കഴിഞ്ഞു അല്ലെങ്കിൽ ഹൗസ്ഫുള്ളായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. ഇവിടെ കൂടുതൽ ഷോകൾ ആഡ് ചെയ്യുകയാണ്. പലപ്പോഴും നമ്മൾ പല തമിഴ് സിനിമകൾ അല്ലെങ്കിൽ എമ്പുരാൻ പോലെയുള്ള സിനിമകൾക്ക് മാത്രമാണ് ഇങ്ങനെ ബുക്കിംഗ് വന്നിരിക്കുന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒന്നും ഒരു സിനിമയ്ക്ക് പോലും ഇത്രത്തോളം ബുക്കിംഗ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ 10 ദിനങ്ങൾക്ക് മുമ്പ് തന്നെ ബുക്കിംഗ് എന്ന് തന്നെ പറയാം. എറണാകുളം വനിതാ വിനീതയിൽ നമുക്ക് ഏകദേശം 15-16ഓളം ഷോകളാണ് ഇതിനകത്തിൽ തന്നെ ഏകദേശം ഉള്ളത്. അവിടെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ള് കഴിഞ്ഞിരിക്കുന്നു. മോർണിംഗ് ഷോ എല്ലാം തന്നെ ഹൗസ്ഫുള്ളായിരിക്കുന്നു. അടുത്ത ഷോകളും ഹൗസ്ഫുള്ളിലേക്ക് കടക്കുന്നു. എറണാകുളം ഷേണൈസിൽ ഏകദേശം 10 മുകളിലുള്ള ഷോകളാണ് ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുൾ. തൃപ്പൂണിത്തുറ ന്യൂ സെൻട്രൽ ടാക്കീസ് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ 9ഓളം ഷോകൾ ചാർട്ട് ചെയ്ത് അതിനകത്തിൽ 8 ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അതായത് വെറും 2 മണിക്കൂറിലെ കഥകളാണ് നമ്മൾ, അല്ലെങ്കിൽ 3 മണിക്കൂറിനിടയിലുള്ള കഥകളാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളിലും അതിന് മുകളിലേക്കുള്ള പോലെയുള്ള ബുക്കിംഗ് നമുക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 100-ന് മുകളിലുള്ള ഫാൻ ഷോസ് അത് എല്ലാം തന്നെ വിറ്റുപോയിരിക്കുന്നു. അതിന് മുകളിലേക്കുള്ള ഫാൻ ഷോസ് ഇനി ചാർട്ട് ചെയ്യണമെങ്കിൽ ഫാൻസ് നന്നേ പേർക്കും. കാരണം സാധാരണക്കാർ ഇടപെടും എന്നുള്ളതാണ്. ഫാൻ ഷോസ് നടത്തി തിയേറ്ററുകൾ ഫാൻസൊക്കെ മാത്രം കയറിയാൽ പോരാ. സാധാരണക്കാരുടെ തള്ളു കാരണം ഫാൻ ഷോസുകാർക്ക് മാറിക്കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അതായത് ഇനിയൊരു ഫാൻ ഷോ ചാർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വെളുപ്പിനെ 3 മണിക്കോ 4 മണിക്കോ ഒക്കെ ഈ സിനിമയുടെ ഫാൻ ഷോ തുടങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. 8 മണിക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമയുടെ ആദ്യ ഷോ. ഇങ്ങനെ തിരക്കാണെങ്കിൽ തീർച്ചയായും അതിന് മുന്നിലേക്ക് വരും എന്നുള്ളതാണ്. അമേരിക്കയിൽ പ്രീമിയർ ഷോ 20-ാം തീയതി ഉണ്ടാകും. അവിടെയും ഗംഭീരമായിട്ടുള്ള പ്രീമിയർ ഷോ തന്നെയാണ് പറയുന്നത്. ഏകദേശം 15ഓളം സെൻറ്ററുകളിൽ തന്നെ പ്രീമിയർ ഷോ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മുകളിലേക്ക് വരും. വേൾഡ് വൈഡായിട്ട് 4 കോടി നേടിയിരിക്കുകയാണ് 10 ദിനങ്ങൾ, റിലീസിന് 10 ദിനങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചിത്രം. കേരളത്തിൽ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ 1 കോടിയും കടന്ന് ഇന്ന് വൈകുന്നേരത്തോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 കോടിയോളം ബുക്കിംഗ് വരും. ബുക്കിംഗ് വരണമെങ്കിൽ തിയേറ്ററുകൾ തുറക്കണമെന്നുള്ള മറ്റൊരു കാര്യമുണ്ട്. അത്രത്തോളം തിയേറ്ററുകളിൽ ചാർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് 3 കോടി കടന്നിരിക്കും എന്നുള്ളതാണ്. ഇനി തിയേറ്ററുകൾ സ്ലോയിലാണ് തുറക്കുന്നത്. കാരണം നമുക്കറിയാം പലപ്പോഴും മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, ഇത്രത്തോളം പഞ്ചോടെ ഒരു സിനിമ ഇറങ്ങുമ്പോഴും തിയേറ്ററുകാർ അല്ലെങ്കിൽ ചാർട്ട് ചെയ്യാൻ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ തന്നെയായിരിക്കാം പ്രദർശിപ്പിക്കുന്നത് ആ റിലീസ് ദിനത്തിൽ എന്നുള്ളതിന് സംശയങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം തിരക്ക് കാരണമാണ്. കാരണം തിരക്ക് താങ്ങാനാവാതെ വരുമ്പോൾ തീർച്ചയായും പുതിയ തിയേറ്ററുകളിലേക്ക് വരും. ഒരു തിയേറ്ററിൽ മാക്സിമം ഇടാൻ പറ്റുന്ന ഷോകളുണ്ട്. അതിനും മുകളിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും 700-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ കേരളത്തിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ആദ്യ ദിനം 25 കോടി കടക്കുമോ എന്നുള്ളത്. നമ്മൾ കണക്കുകൾ നോക്കിയിട്ടല്ല പറയുന്നതെങ്കിലും ഒരുപക്ഷെ അത്രത്തോളം തിയേറ്ററുകളിൽ ഷോകൾ കൂട്ടിയാൽ പോലും അത്രയും എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. എന്തായാലും അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനമൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിനകത്തിലേക്ക് വരാം. എന്തായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ആദ്യ ദിനത്തെ കളക്ഷൻ നേടുന്ന ചിത്രമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ എമ്പുരാൻ തീർത്തിരിക്കുന്ന അല്ലെങ്കിൽ ലിയോ വെച്ചിരിക്കുന്ന റെക്കോർഡുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈ ഒരു കുഞ്ഞൻ ചിത്രം തകർക്കുമെന്നുള്ളതാണ്. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വമ്പൻ വിജയമായി കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സിനിമ ഏറെയും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണ്